ഒടുവിൽ ഓപ്പറേഷൻ താമരയ്ക്ക് കേരളത്തിലും തുടക്കമാകുന്നു. ജനപക്ഷം സെക്യുലർ BJP ലയിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടെന്ന് PC ജോർജ് പറയുന്നു. കേരളത്തിൽ ജനപ്രിയ നേതാക്കൾ കൂട്ടത്തോടെ BJPയിലേക്ക് എത്തുകയാണ്. UDF-ഉം LDF-ഉം ഒരുപോലെ വെട്ടിലായിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നേതാക്കൾ BJPയിലേക്ക് എത്തുന്നത് BJP നേതൃത്വത്തിന് ഒരു വിശ്വാസമാണ് നൽകുന്നത്. മുൻ MLA PC ജോർജ് നേരിട്ട് BJPയിലേക്ക് വരികയാണ്. ജനപക്ഷം സെക്യുലർ BJP ലയിക്കുമെന്ന് PC ജോർജ് പറഞ്ഞു കഴിഞ്ഞു. BJPയിൽ ചേരണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും PC ജോർജ് അറിയിച്ചു. BJP കേന്ദ്ര നേതൃത്വവുമായി ഇന്ന് ഡൽഹിയിൽ അദ്ദേഹം ചർച്ച നടത്തും. നദിയിൽ തോട് ചേരുന്നുവെന്നാണ് BJP പ്രവേശനത്തെക്കുറിച്ച് ജോർജ് അഭിപ്രായപ്പെട്ടത്. പത്തനംതിട്ട സ്ഥാനാർത്ഥിയാകണമെന്ന നിർബന്ധമൊന്നുമില്ലെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. ഇന്ത്യയിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുകയാണെന്നും PC ജോർജ് പറയുന്നു. പാർട്ടിയിൽ ചേർന്നു കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ നിൽക്കാനാണ് നിർദ്ദേശമെങ്കിൽ നിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുകയാണ്. നെഹ്റു മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇത്രയും പ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നതാണ് ശരിയെന്നും പാർട്ടിയിൽ എല്ലാവരുടെയും അഭിപ്രായം ഇതാണെന്നും PC ജോർജ് പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP നേതൃത്വം നൽകുന്ന മുന്നണിയുടെ ഭാഗമായിരുന്നു PC ജോർജ്. അതേസമയം BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്ന് വയനാട്ടിൽ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് 3-ന് കൽപ്പറ്റ പുതിയ സ്റ്റാൻഡിൽ നിന്ന് മുട്ടിലേലിലേക്കാണ് പദയാത്ര. പദയാത്രയിൽ BJP NDA സംസ്ഥാന ജില്ലാ നേതാക്കളടക്കം പങ്കെടുക്കും. ഇന്നലെ കണ്ണൂരിലായിരുന്നു പദയാത്ര നടത്തിയത്. മോദിയുടെ ഗ്യാരണ്ടിയിൽ പുതിയ കേരളം എന്ന മുദ്രാവാക്യത്തിലാണ് പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. അശ്വിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് സുരേന്ദ്രൻ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പര്യടനം ആരംഭിച്ചത്. കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പരിപാടിയിലും സാമൂഹിക സാംസ്കാരിക നേതാക്കളുടെ സംഗമത്തിലും അദ്ദേഹം പങ്കെടുത്തു. കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള പാർട്ടി പ്രവർത്തകരെയും സുരേന്ദ്രൻ സന്ദർശിച്ചിരുന്നു. വൈകിട്ട് 3 മണിക്ക് ടൗൺ സ്ക്വയറിൽ നടന്ന വമ്പൻ സമ്മേളനത്തിൽ നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയാണ് ഉദ്ഘാടനം ചെയ്തത്. ആയിരക്കണക്കിന് പേർ അണിനിരുന്ന കേരള പദയാത്ര ജനങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അവിടെ എത്തിയ ജനാവലി. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കേരളത്തിൽ BJP ഒരു പുതുചരിത്രം കുറിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല.